ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ 2 ദിവസം മുന്നേ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിയുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. ഹെയർ മാസ്കിൻ്റെ കെരാട്ടിൻ DIY എന്ന് പറഞ്ഞിട്ടൊരു കെരാട്ടിൻ്റെ വീഡിയോ കണ്ടിരുന്നു. ഞാനത് കണ്ടപ്പോൾ എനിക്ക് അതിൽ ഉണ്ണി പറയുന്ന അതേ ഇഷ്യൂസ് എല്ലാം എനിക്കും ഉണ്ട്. എൻ്റെ ഹെയർ വന്നിട്ട് ഭയങ്കര ഡ്രൈ ഹെയറാണ്, എനിക്ക് ഡ്രൈ സ്കാൽപ്പുണ്ട്. പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്നത് കോയമ്പത്തൂരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഉപ്പുവെള്ളമാണ് കിട്ടുന്നത്. അപ്പോൾ ഡെയിലി തല കഴുകാനും വഴിയില്ല, കാരണം ഉപ്പുവെള്ളം ആകുമ്പോൾ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലായിരുന്നു. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് മുടി വെട്ടിയത് തന്നെ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് മറന്നുപോയി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനാവശ്യമായിട്ടുള്ള ചോറ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ബാലൻസ് ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. പിന്നെ തൈരും പാലുമാണ് അതിൽ പറയുന്നത്. ഞാനും തൈരും പാലും എല്ലാം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് മാസ്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മൾ ആദ്യം ചോറ് ഇടുകയാണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് നിധിക്കുട്ടിക്ക് ചേർത്ത് ഉണ്ടാക്കണതുകൊണ്ട് ഞാൻ കുറച്ച് ഇത്ര ചോറ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ റോബസ്റ്റ് പഴം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷോൾഡറിൻ്റെ ലെവലേ ഉള്ളൂ മുടി. അപ്പോൾ അതുകൊണ്ട് ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് കുറച്ച് ഞാൻ തൈര് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് പശുവും പാലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി ഇനി നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ഡ്യൂട്ടി ഒരുപാട് വെള്ളമില്ല, ഒരുപാട് എന്താ പറയുക കട്ടിയില്ല, ഒരു മീഡിയം ഇതിലാണ് കേട്ടോ ഇത് കൺസിസ്റ്റൻസി ഉള്ളത്. നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. സെയിം ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ ഹെയർ ആണ് കേട്ടോ നിധിക്കുട്ടിയുടെയും. പക്ഷെ സ്കാൽപ്പ് ഒന്നും ഡ്രൈ അല്ല, അത് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഇല്ല. പക്ഷെ നല്ല ഡ്രൈ ഹെയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിധിക്കുട്ടിക്കും തേച്ച് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിലെ ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് കൂടിയാണ് കുട്ടിക്ക് തേച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും തേച്ച് കൊടുക്കാറില്ല. അപ്പം ഞങ്ങളിത് 2 പേര് തലയിൽ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കളയുകയാണ് വേണ്ടത്. ഷൈനിങ് വന്നിട്ട് ഞങ്ങൾ നാളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ 6 മണിയൊക്കെ ആയതുകൊണ്ട് ഒന്നും അറിയത്തില്ല. എൻ്റെ കറക്റ്റായിട്ട് കൊണ്ടുവന്നില്ല, എനിക്ക് കറക്റ്റായിട്ട് വന്നു. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വരില്ലല്ലോ. ബാക്കി നാളെ കാണിച്ചു തരാം. ഓക്കെ, ഇന്നലെ ഞാൻ നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്ത് ഇന്ന് എനിക്ക് വർക്കിന് പോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തു. സോ എൻ്റെ കയ്യിൽ അധികം അങ്ങനെ ഇതൊന്നുമില്ല കേട്ടോ. ഈ ഒരു നരച്ച് മുടി നിൽക്കണം നോക്കി. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇന്നലെ നല്ല പോലെ ഹെയർ വാഷ് ചെയ്തു. എൻ്റെ കയ്യിൽ അധികം അങ്ങനെ പാർട്ടിക്കിൾസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മാസ്കിൻ്റെ എൻ്റെ കയ്യിൽ എനിക്ക് അറിയുന്നില്ല, അത്രയ്ക്ക് അറിയുന്നില്ല എനിക്ക്. കാരണം ഞാൻ സ്വയം നോക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിധിക്കുട്ടിയുടെ എനിക്ക് നല്ല വിസിബിൾ ചേഞ്ച് എനിക്ക് നന്നായി അറിയുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഹെയറിലൊക്കെ ഷൈനിങ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഷൈനിങ്ങും വന്നിട്ടുണ്ട്, ഒരു സോഫ്റ്റും ആയിട്ടുണ്ട് മുടിക്ക്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. മാസ്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് അത്യാവശ്യം എനിക്ക് ഇങ്ങനെ ഇനി ക്യാമറയുടെ ആണോ എന്ന് അറിയുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ഷൈനിങ് ഒക്കെ തോന്നുന്നുണ്ട്. നല്ല പാക്കാട്ടോ, എന്തായാലും സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു ഉണ്ണി, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ പാക്ക് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.